പൃഥ്വിരാജ് സുകുമാരന്റെ ഭാര്യ സുപ്രിയ മേനോൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റഗ്രാമിലൊക്കെ. എന്തായിരുന്നു അത്? ആളെറിഞ്ഞ് കളിക്കട എന്ന്. ശരിക്കും അത് തന്നെയാണ് ഇപ്പോൾ പറയാനുള്ളത് ഈ വിഷയത്തിൽ. ഗോൾഡ്, ജനഗണമന, അതുപോലെ തന്നെ കടുവ എന്നീ സിനിമകളിലെ പ്രതിഫലം പറ്റിയതിന്റെ സോഴ്സ് കാണിക്കണം, കണക്ക് കാണിക്കണം, നേരിട്ടെത്തി ഇതിനെക്കുറിച്ച് വ്യക്തമായ ചോദ്യം ചെയ്യലിന് വിധേയനാകണം എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് സുകുമാരനെ ED ഇങ്ങനെ വീണ്ടും പേടിപ്പിച്ചു നിർത്തുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് ജനസുവേറെയാണ്. കാരണം പറയാനുള്ളത് ഈ നാട്ടിൽ പറയുന്നതിന് മുമ്പേ മുരളി ഗോപിക്കും മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനും പൃഥ്വിരാജിനും അറിയായിരുന്നു എവിടെയാണ് ഇത് ചെന്നു കൊള്ളുക, ഈ എമ്പുരാന്റെ ഏറ് ആരുടെ നെഞ്ചത്താണ് പതിക്കുക, എന്തായിരിക്കും അവിടെ നിന്ന് തിരിച്ചു വരിക, എന്തായിരിക്കും അതിനുശേഷം ഈ നാട്ടിൽ ഉണ്ടാവുക. ഇതിനകത്ത് രസകരമായ ഒരു സംഭവം ഉള്ളത്, എമ്പുരാൻ കണ്ടവരിലേക്ക് ED ഇനി എപ്പം എത്തും എന്നുള്ളൊരു ചോദ്യമാണ്. എമ്പുരാൻ കണ്ട സാധാരണ പ്രേക്ഷകരിലേക്കും ED കടന്നു കയറുമോ എന്ന രസകരമായ കമന്റുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറയുന്നുണ്ട്. ED എന്ന് പറയുന്ന ആ ഒരു വിങ്ങിന്റെ ഒരു മുഴുവൻ റെലവൻസും മുഴുവൻ പ്രസക്തിയും ഇല്ലാതാവുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ BJPയുടെ അജണ്ടയ്ക്കു പിന്നിൽ നോക്കുകുത്തികളായി പോകുന്നു ഈ ഒരു വലിയ രീതിയിലുള്ള ED എന്ന് പറയുന്ന സംഭവം എന്ന് പറയാതെ വയ്യ. എന്തായാലും പൃഥ്വിരാജ് മല്ലിക സുകുമാരൻ പറഞ്ഞ പോലെ എൻ്റെ കുട്ടി ഇത്തരം കാര്യങ്ങളിലൊന്നും വീഴുകയോ പേടിക്കുകയോ ചെയ്യുന്നതല്ല. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കട്ടെ, പൃഥ്വിരാജ് പറഞ്ഞ ഒരു വാക്യമുണ്ട്, എനിക്ക് ഒരു രാഷ്ട്രീയമുണ്ട്, എനിക്കൊരു പൊളിറ്റിക്സ് ഉണ്ട്, അത് ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികളോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കില്ല. ഞാൻ എൻ്റെ രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ആ രാഷ്ട്രീയത്തെ വിലങ്ങിടാൻ നിങ്ങളും വരരുത്. കാരണം നിങ്ങളുടെ രാഷ്ട്രീയത്തെ വിലങ്ങിടാൻ ഞാനും ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ എൻ്റെ രാഷ്ട്രീയം, എൻ്റെ പൊളിറ്റിക്സ്, എൻ്റെ നിലപാടുകൾ ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. BJP, RSS, സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ എന്തുമാത്രം അപഹാസ്യരാണ്. ഞങ്ങളുടെ കയ്യിലുള്ള അധികാരം കൊണ്ട് ഞങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്യും. ഇവിടെ എത്ര രീതിയിൽ പട്ടി കുരക്കും പോലെ അതിനെതിരെ ശബ്ദിച്ചത് കൊണ്ടോ അതിനെതിരെ നിങ്ങൾ എന്തു വാഗ്വാദങ്ങൾ നടത്തിയത് കൊണ്ടോ കാര്യമില്ല. ഞങ്ങൾ ഭൂതകാലത്തെ മാറ്റി എഴുതി പുതിയതായി സൃഷ്ടിച്ചെടുക്കാൻ നോക്കുന്ന രാജ്യമാണ് ഈ ഹിന്ദു രാഷ്ട്രം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുരയ്ക്കേണ്ടവർക്ക് കുരക്കാം. ഇവിടെ ഇന്നലകൾ മാറ്റി എഴുതപ്പെടും, പുതിയ നാളെകൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് ഇവിടെ നിർമ്മിക്കപ്പെടും.